ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ റെസിൻ ആർട്ടൊക്കെ കണ്ടിട്ടില്ലേ? അതെനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ റെസിൻ ആർട്ട് ചെയ്യാൻ ഇപ്പം ഐറ്റംസ് ഒന്നും ഇല്ല. ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടുമില്ല. ഞാൻ ഇന്നൊരു റെസിൻ ആർട്ടിൻ്റെ തീം കണ്ടു പിൻട്രസ്റ്റില്. കൃഷ്ണൻ, പോണ്ട്, ലോട്ടസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതുപോലെ ഒന്ന് കാർഡ്ബോർഡിൽ റെസിൻ ആർട്ട് അല്ലാണ്ട് ഒരു 3D രൂപത്തിലുള്ള ഒരു ആർട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ ലോങ് വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വെഡിങ് കാർഡിന്റെ പേപ്പറിൽ അതില് ലോട്ടസിന്റെ ലീഫ്, ലോട്ടസ് ആൻഡ് ഫിഷ്, കൃഷ്ണനെയൊക്കെ വരച്ചെടുത്തു. അതിന് കളറൊക്കെ കൊടുത്തു, മുറിച്ചെടുത്തു. ഒരു എഗ് ഷേപ്പില് കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ട് അതിൽ നമ്മളൊരു പോണ്ട് പോലെ കളറടിച്ച് കൊടുത്ത് അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ കൃഷ്ണ തീമിലായത് കൊണ്ട് ഞാൻ കൃഷ്ണന്റെ ഒരു കഥ പറഞ്ഞുതരാം. ഈ കഥ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ജെമിനി ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. പണ്ട് വൃന്ദാവനത്തിൽ ഒരു വലിയ കുളമുണ്ടായിരുന്നു. അതായത് ഈ താമരകളൊക്കെ നിറഞ്ഞ കുളം. താമര, കുറെ മീനുകൾ, ഇതൊക്കെയുള്ളൊരു കുളമായിരുന്നു. ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കൾ, അതായത് കൃഷ്ണന്റെ സുഹൃത്തുക്കളായ ഗോപികമാരും ഗോപാലന്മാരും ഭയങ്കര ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര സങ്കടമായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ കൃഷ്ണൻ ഇവരൊക്കെ എന്താ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ടെൻഷനൊക്കെ അറിഞ്ഞിട്ട് അവരെ ലൈഫിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതവർ കൃഷ്ണനോട് പറഞ്ഞു, ലൈഫിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ അതൊക്കെ കേട്ടിട്ട് കൃഷ്ണൻ അവരെയും കൂട്ടിയിട്ട് ഒരു കുളത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൃഷ്ണൻ അവരോട് പറഞ്ഞു, ഈ കുളത്തിലേക്ക് നോക്കൂ, കാറ്റടിക്കുമ്പോൾ വെള്ളത്തിന് ഇളക്കം തട്ടും, താമരകൾ ഇളകും. പക്ഷേ ആ കുളത്തിന്റെ ആഴത്തിന് എത്രത്തോളം ശാന്തതയുണ്ടെന്ന് നോക്കൂ. നമ്മുടെ മനസ്സും അങ്ങനെയാണ്. പുറമെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിലെ ഭക്തിയും ചിന്തയിലും ഉറച്ചു നിന്നാൽ നമുക്കും ആ ശാന്തത കണ്ടെത്താം. എങ്ങനെയാണ് കൃഷ്ണന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞത്. അന്ന് മുതൽ കൃഷ്ണൻ അവർക്ക് ഒരു പാഠം ലോകത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്നിലേക്ക് നോക്കി ശാന്തമായിരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾക്ക് എൻ്റെ ആർട്ടും സ്റ്റോറിയും ഒക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പറഞ്ഞതുപോലെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നമ്മുടെ ഗിവ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആയ ഗിവ് ഒക്കെ ഉണ്ടാവും. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ നല്ല നല്ല ആർട്ട് ഇനിയും ഇഷ്ടം. ഇതുപോലെ നല്ല നല്ല ആർട്ട് വർക്ക് എൻ്റെ പേജിലുണ്ടാവും. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.